നമസ്കാരം. എല്ലാ പ്രിയ +1 തുല്യതാ പഠിതാക്കളെയും സോഷ്യോളജിയുടെ പരീക്ഷാ സംബന്ധമായ ക്ലാസ്സിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരത്തിലൂടെ കടന്നു പോകുന്നു. പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രീതിയിൽ കണ്ടുകൊണ്ട് പഠിച്ചാൽ പാഴാവില്ല എന്ന രീതിയിൽ കണ്ടുകൊണ്ട് ക്ലാസ് കേട്ട് ആവർത്തിച്ച് കേട്ട് നോട്ട് തയ്യാറാക്കി പഠിക്കണം. ഇവിടെ പേജ് നമ്പർ വരെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്, നോക്കാം. ആദ്യ ചോദ്യം, യാന്ത്രിക ഐക്യദാർഢ്യവും ജൈവ ഐക്യദാർഢ്യം തമ്മിലുള്ള കമ്പാരിസമാണ്, താരതമ്യം ചെയ്യാനാണ്. പൂരിപ്പിക്കലാണ് വന്നിരിക്കുന്നത്, പക്ഷേ നമ്മുടെ പരീക്ഷയ്ക്ക് അത് താരതമ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ആ കണ്ടൻറ്റ് പഠിച്ചു വെക്കുക, ആ ടോപ്പിക്ക് പഠിച്ചു വെക്കുക. യാന്ത്രിക ഐക്യദാർഢ്യം, ജൈവിക ഐക്യദാർഢ്യം അതെന്താണെന്ന് എഴുതാനാണ്. പേജ് നമ്പർ 135 ഏകതയുടെ ഐക്യമാണ് യാന്ത്രിക ഐക്യദാർഢ്യം. ഏകതയുടെ ഐക്യമാണ് യാന്ത്രിക ഐക്യദാർഢ്യം. എന്നാൽ വ്യത്യസ്തതയുടെ ഐക്യമാണ് ജൈവ ഐക്യദാർഢ്യം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നുമെങ്കിലും നമുക്കൊരു കോഡ് വെച്ചത് പഠിക്കാൻ പറ്റും. യാന്ത്രികയിലെ ക കണ്ടില്ലേ, ആ ക വെച്ച് അപ്പോൾ ഏകതയിൽ ക അങ്ങനെ ഓർത്തിച്ചാൽ മതി. യാന്ത്രിക ഐക്യദാർഢ്യം എന്താണ്? ഏകതയുടെ ഐക്യമാണ് യാന്ത്രിക ഐക്യദാർഢ്യം. എന്നാൽ വ്യത്യസ്തതയിൽ വാ ആണ്, അപ്പോൾ ജൈവൻ്റെ വാ അങ്ങനെ ഓർത്തിച്ചാൽ അവിടെ നിന്നോളത്. അപ്പോൾ ഏകതയുടെ ഐക്യമാണ് യാന്ത്രിക ഐക്യദാർഢ്യം, വ്യത്യസ്തതയുടെ ഐക്യമാണ് ജൈവ ഐക്യദാർഢ്യം. മനസ്സിലായല്ലോ? ജൈവയിലെ വാ അതാണ് വ്യത്യസ്തതയുടെ ഐക്യമാണെന്ന് ഇത് ഓർത്ത് വെക്കുക. ജൈവയിലെ വാ വ്യത്യസ്തതയുടെ ഐക്യമാണ് ജൈവ ഐക്യദാർഢ്യം. എന്നാൽ യാന്ത്രികയിലെ ഏകൻ്റെ കായും യാന്ത്രികൻ്റെ കായും ഓർത്ത് വെക്കുക. ഏകതയുടെ ഐക്യമാണ് യാന്ത്രിക ഐക്യദാർഢ്യം. ക്ലിയർ ആയല്ലോ? 2 പോയിന്റ് പഠിച്ചു. ഇനി സവിശേഷവൽക്കരണവും തൊഴിൽ വിഭജനവും എടുത്തു പറയത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കില്ല. എന്തിന്? യാന്ത്രിക ഐക്യദാർഢ്യത്തിലെ ഒരു സവിശേഷവൽക്കരണവും ഇല്ല, തൊഴിൽ വിഭജനവും ഒന്നും എടുത്തു പറയത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കില്ല. ഉദാഹരണം പ്രാകൃത സംഭവങ്ങൾ, പണ്ടുണ്ടായിരുന്ന സംഭവങ്ങൾ അങ്ങനെയായിരുന്നു. അന്നത്തെ തൊഴിൽ വിഭജനവും എടുത്തു പറയത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സവിശേഷവൽക്കരണവും തൊഴിൽ വിഭജനവും എടുത്തു പറയത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കില്ല. അതാണെന്ത്? യാന്ത്രിക ഐക്യദാർഢ്യം. ഉദാഹരണം പ്രാകൃത സമൂഹങ്ങൾ. എന്നാൽ തൊഴിൽ വിഭജനവും സവിശേഷവൽക്കരണവും ഉണ്ടായിരിക്കും. അതാണെന്ത്? ജൈവ ഐക്യദാർഢ്യം. തൊഴിൽ വിഭജനവും ഉണ്ടായിരിക്കും, സവിശേഷവൽക്കരണവും ഉണ്ടായിരിക്കും. അതാണെന്ത്? ജൈവ ഐക്യദാർഢ്യം. ഉദാഹരണം നമ്മുടെ ആധുനിക പരിഷ്കൃത സമൂഹം, ഇന്നത്തെ സമൂഹം പരിഷ്കൃത സമൂഹം, ആധുനിക പരിഷ്കൃത സമൂഹം ജൈവ ഐക്യദാർഢ്യത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇന്നുള്ളത് എന്താണ്? ജൈവ ഐക്യദാർഢ്യമാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഒന്നിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റേത്, അങ്ങനെ ഓർത്ത് വെക്കാം. നമുക്ക് ഒന്ന് പഠിച്ച് മറ്റേ കിട്ടും. യാന്ത്രിക ഐക്യദാർഢ്യം പഠിച്ചാൽ മറ്റേ കിട്ടും. ഏതാണ്? ഏകതയുടെ ആകുമ്പോൾ മറ്റേ വ്യത്യസ്തതയുടെ. ഇവിടെ സവിശേഷവൽക്കരണവും തൊഴിൽ വിഭജനവും ഇല്ല, മറ്റേ എന്തുണ്ട്? തൊഴിൽ വിഭജനവും സവിശേഷവൽക്കരണവും ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഏകതയുടെ ഐക്യമാണ് യാന്ത്രിക ഐക്യദാർഢ്യം, എന്നാൽ വ്യത്യസ്തതയുടെ ഐക്യമാണ് ജൈവ ഐക്യദാർഢ്യം. ഇനി ഇതിൽ സവിശേഷവൽക്കരണവും തൊഴിൽ വിഭജനവും എടുത്തു പറയത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കില്ല, നെഗറ്റീവാണ്. മറ്റേതിൽ തൊഴിൽ വിഭജനവും സവിശേഷവൽക്കരണവും ഉണ്ടായിരിക്കും, പോസിറ്റീവാണ്. ഓക്കെ. പിന്നെ ഇത് മറ്റേതിൽ പ്രാകൃത സമൂഹം, പണ്ടതുള്ളതിൽ ഇപ്പോൾ എന്താണ്? ആധുനിക പരിഷ്കൃത സമൂഹമാണ് ഉദാഹരണം. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് ഷുവറായിട്ടുണ്ടാവും, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളാം. ഒന്നുകൂടെ പറയണോ? യാന്ത്രിക ഐക്യദാർഢ്യവും ജൈവ ഐക്യദാർഢ്യം തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പഠിക്കുന്നത്. പേജ് നമ്പർ 135. അപ്പോൾ യാന്ത്രിക ഐക്യദാർഢ്യത്തിൽ യാന്ത്രിക ക അക്ഷരം ഉള്ളതുകൊണ്ട് ഇത് ഏകതയുടെ ഐക്യദാർഢ്യം, ഏകൻ്റെ ക വെച്ച് മാച്ച് ചെയ്ത് പഠിക്കുക. ഏകതയുടെ ഐക്യമാണ് യാന്ത്രിക ഐക്യദാർഢ്യം. എന്നാൽ മറ്റെന്താണ്? ജൈവ ഐക്യദാർഢ്യം എന്താണ്? വ്യത്യസ്തതയുടെ ഐക്യമാണ്. ജൈവയിലെ വായും വ്യത്യസ്തയിലെ വായും മാച്ച് ചെയ്ത് വെക്കുക. വ്യത്യസ്തതയുടെ ഐക്യമാണ് എന്ത്? ജൈവ ഐക്യദാർഢ്യം. ദെൻ സവിശേഷവൽക്കരണവും തൊഴിൽ വിഭജനവും എടുത്തു പറയത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ്? തൊഴിൽ വിഭജനവും സവിശേഷവൽക്കരണവും ഉണ്ടായിരിക്കും എന്നാണ് മറ്റേ വരേണ്ടത്. ഓക്കെ. ഒന്നും ഉണ്ടായിരിക്കില്ല, മറ്റുണ്ടായിരിക്കും. ഓക്കെ. പിന്നെ യാന്ത്രിക ഐക്യദാർഢ്യത്തിന് ഉദാഹരണം പ്രാകൃത സമൂഹങ്ങളാണ്. എന്നാൽ ജൈവ ഐക്യദാർഢ്യത്തിന് ഉദാഹരണം ആധുനിക പരിഷ്കൃത സമൂഹമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് എന്ത്? ജൈവിക ഐക്യദാർഢ്യവും അല്ലെങ്കിൽ യാന്ത്രിക ഐക്യദാർഢ്യവും ജൈവിക ഐക്യദാർഢ്യം നമ്മളെ വ്യത്യാസം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പേജിലേക്ക് പോവാണ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ബന്ധിത സമുദായങ്ങളും കുലീനവൽക്കരണവും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബന്ധിത സമുദായങ്ങളും കുലീനവൽക്കരണവും. ബന്ധിത സമുദായങ്ങളും കുലീനവൽക്കരണം എന്താണെന്ന് എഴുതാനാണ്. അത് പേജ് നമ്പർ 159 കണ്ടു. കുലീനവൽക്കരണം, അതുപോലെ ബന്ധിത സമുദായങ്ങളും. എന്താ ബന്ധിത സമുദായങ്ങൾ നോക്കാം. ലോകവ്യാപക പ്രതിഭാസമായ ബന്ധിത സമുദായങ്ങൾ ഇന്ത്യൻ നഗരങ്ങളിലും കണ്ടുവരുന്നു. സമ്പന്നമായ അയൽപക്കങ്ങളും മതിലുകളും കവാടങ്ങളും നിർമ്മിച്ചുകൊണ്ട് അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കാറുണ്ട്.
അവിടേക്കുള്ള പ്രവേശനവും നിർഗമനവും നിയന്ത്രിതമായിരിക്കും. ഇത്തരം സമുദായങ്ങളാണ് ബന്ധിത സമുദായങ്ങൾ. നമ്മൾ കാണുന്നത് തന്നെ നഗരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. സമ്പന്ന വിഭാഗം അവരെന്ത് ചെയ്യുന്നു, ഭദ്രതയോടെ ചുവരുകൾക്കുള്ളിൽ സുരക്ഷിതമായിരിക്കുന്നവരാണ്. അവർ നഗരം പ്രദാനം ചെയ്യുന്ന വെള്ളം, വൈദ്യുതി, പോലീസ് സുരക്ഷിതത്വം, വിപുല തൊഴിലവസരങ്ങൾ തുടങ്ങിയ എല്ലാം ആസ്വദിക്കുന്നുണ്ട് അവർ. എന്നാൽ അവരെന്ത് ചെയ്യുന്നില്ല, അയൽപക്കളുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. മതിലുകളും കവാടങ്ങളും നിർമ്മിച്ചുകൊണ്ട്, സമ്പന്നമായ അയൽപക്കങ്ങളാണ്, മതിലുകളും കവാടങ്ങളും നിർമ്മിച്ചുകൊണ്ട് അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കാറുണ്ട്. അവിടേക്കുള്ള പ്രവേശനം പറഞ്ഞാൽ കടക്കുക, നിർഗമനം പറഞ്ഞാൽ തിരിച്ചു വരിക. അപ്പോൾ അവിടേക്ക് കടക്കലിന് തിരിച്ചു വരലൊക്കെ നിയന്ത്രിതമായിരിക്കും. ഇത്തരം സമുദായങ്ങളാണ് ബന്ധിത സമുദായങ്ങൾ. മനസ്സിലായില്ല? പേരിലുണ്ട് ബന്ധിത സമുദായങ്ങളാണ്. പെട്ടെന്ന് ആരും കയറി ചെല്ലാൻ പറ്റില്ല അങ്ങോട്ട്. അത് അവിടെ എന്താണ്, വലിയ ഗേറ്റ് ഉണ്ടാവും, വലിയ കവാടം ഉണ്ടാവും, മതിലുണ്ടാവും. അവിടേക്കുള്ള നിയന്ത്രണമാണ്, അവിടേക്കുള്ള പ്രവേശനവും തിരിച്ചു വരലൊക്കെ നിയന്ത്രണമാണ്. അപ്പോൾ അത്തരമുള്ള പ്രതിഭാസമാണ് ബന്ധിത സമുദായങ്ങൾ എന്നൂടെ പറയാം. പേജ് 159 ലോകവ്യാപക പ്രതിഭാസമാണ് ബന്ധിത സമുദായങ്ങൾ. ഇന്ത്യൻ നഗരങ്ങളിൽ ഇത് കണ്ടുവരുന്നു. പിന്നെ എന്താ ഇതിൻ്റെ പ്രത്യേകത? സമ്പന്നമായ അയൽപക്കങ്ങൾ മതിലുകളും കവാടങ്ങളും നിർമ്മിച്ചുകൊണ്ട് അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കുന്നു. അവിടേക്കുള്ള പ്രവേശനവും നിർഗമനവും നിയന്ത്രിതമായിരിക്കും. ഇത്തരം സമുദായങ്ങളെയാണ് വിളിക്കുന്നത്? ബന്ധിത സമുദായങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവരെന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്? വെള്ളം, വൈദ്യുതി, പോലീസ് സുരക്ഷിതത്വം, വിപുലമായ തൊഴിലവസരങ്ങളൊക്കെ, എല്ലാ ആധുനിക സൗകര്യങ്ങളും അവരെന്ത് ചെയ്യുന്ന ആസ്വദിക്കുന്നുണ്ട്. നഗരം പ്രദാനം ചെയ്യുന്ന വെള്ളം, വൈദ്യുതി, പോലീസ് സുരക്ഷിതത്വം, വിപുലമായ തൊഴിലവസരങ്ങൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളെല്ലാം അവർ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആണ് ബന്ധിത സമുദായങ്ങൾ. പേരിലുണ്ട് ബന്ധിതമാണ്. ഓക്കെ, അടുത്തത് ആ വീട് പഠിച്ചതിനോട് കിട്ടും നമുക്ക്. അടുത്ത കുലീനവൽക്കരണം എന്താണെന്ന് നോക്കാം. കുലീനവൽക്കരണം അത് പേജ് നമ്പർ നമ്മൾ 159 ഈ നഗരങ്ങളെ വികസിച്ചതോടെ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ധനാഢ്യർ നഗര ഹൃദയ ഭാഗങ്ങൾ വിട്ടിട്ട് പ്രാന്തങ്ങളിലേക്ക് ചേക്കാറാൻ തുടങ്ങി. താഴെ തട്ടിലുള്ളവർ ക്രമേണ അവിടെ നിന്നും പുറത്തു പോകാൻ നിർബന്ധിതരാവുകയും ആ പ്രദേശങ്ങളിലെ വില ഉയരുകയും ചെയ്തു. ഈ പ്രക്രിയയാണ് കുലീനവൽക്കരണം. താഴെ തട്ടിലുള്ളവരുടെ കീഴാളരുടെ പ്രദേശം മധ്യ ഉപരിവർഗ പ്രദേശമായി പരിവർത്തനം ചെയ്തു. അതാണ് താഴെ തട്ടിലുള്ള ആളുകളുടെ പ്രദേശം. അത് ആര് കൈയടക്കി? മധ്യ ഉപരിവർഗ പ്രദേശമായിട്ട് പരിവർത്തനം ചെയ്തു. ഈ കീഴാള വിഭാഗത്തിൻ്റെ സ്ഥലം സമ്പന്ന വിഭാഗം കൈക്കലാക്കിയിട്ട് അത് സമ്പന്ന പ്രദേശമായി മാറുന്ന അവസ്ഥയാണത്. അങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് 159 പേജിൽ, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു സമുദായം ഒരു മധ്യവർഗമായോ ഉപരിവർഗമായോ പരിവർത്തനം ചെയ്യുന്നതാണ് കുലീനവൽക്കരണം. എന്താണ്? താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമുദായം ഒരു മധ്യവർഗമായോ ഉപരിവർഗമായോ മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് കുലീനവൽക്കരണം. പേജ് നമ്പർ 159 നമ്മൾ പഠിച്ചു. ബന്ധിത സമുദായം പഠിച്ചു. എന്താ കുലീനവൽക്കരണം പഠിച്ചു. എന്താ കുലീനവൽക്കരണം? താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമുദായം അവരെ ഒരു മധ്യവർഗമായോ ഉപരിവർഗമായോ മാറുന്ന പ്രവർത്തനമാണ്, പ്രക്രിയയാണ് കുലീനവൽക്കരണം. പരിവർത്തനം ചെയ്യാറ് മാറുകയാണ്. അവരെന്ത് ചെയ്യുന്ന അവരാദ്യം ഒരു താഴ്ന്ന വർഗമായിരുന്നു. ആ സമുദായം എന്തായി മാറുകയാണ്? ഒരു മധ്യവർഗ സമുദായമോ അല്ലെങ്കിൽ ഉപരിവർഗ സമുദായവുമായി പരിവർത്തനം ചെയ്യുന്ന പ്രതിഭാസമാണ് കുലീനവൽക്കരണം. പരീക്ഷയ്ക്ക് വരും കുലീനവൽക്കരണം. മനസ്സിലായാലോ? കുലീനവൽക്കരണം താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമുദായം എന്തായി മാറുകയാണ്? മധ്യവർഗമോ ഉപരിവർഗമോമായി മാറുന്ന പ്രക്രിയയാണ് കുലീനവൽക്കരണം. താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമുദായം ഒരു മധ്യവർഗമായോ ഉപരിവർഗമായോ മാറുന്ന പ്രവർത്തനമാണ് കുലീനവൽക്കരണം. താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമുദായം ഒരു മധ്യവർഗമായോ ഉപരിവർഗമായോ മാറുന്ന പ്രവർത്തനമാണ് കുലീനവൽക്കരണം. നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ബന്ധിത സമുദായങ്ങളും കുലീനവൽക്കരണവും തമ്മിലുള്ള താരതമ്യത്തിലുള്ള പഠനമാണ്. എന്താണ് അത് നിർവചിക്കുകയാണ്? എന്താ ബന്ധിത സമുദായം, എന്താ കുലീനവൽക്കരണം? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പേജ് നമ്പർ 159. ഇനി അടുത്ത് നോക്കൂ. ഏതെങ്കിലും 4 പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് 122 പേജിലുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ 32 ഡിസ്കസ് ചെയ്യുന്നത്. ഏതെങ്കിലും 3 എന്ത് ചെയ്യണം? പാരിസ്ഥിതിക പ്രശ്നം 4 പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ഓക്കെ, അത് എളുപ്പമാണ്. വിഭവശോഷണം, മലിനീകരണം, ആഗോളതാപനം, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ, ഇതാണ് പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഒന്നുകൂടെ പറയാം. വിഭവശോഷണം, മലിനീകരണം, ആഗോളതാപനം, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. എന്താ വിഭവശോഷണം? വിഭവങ്ങളില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾക്ക് പണ്ട് 10-15 വർഷം മുന്നേ നമുക്ക് സുലഭമായി ലഭിച്ചിരിക്കുന്ന പല സാധനങ്ങളും എന്ത് ചെയ്യുന്നത്
വർഷം ചെല്ലുന്തോറും എന്ത് ചെയ്യുന്നത്, ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഭവങ്ങൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വിഭവ ശോഷണം. അപ്പോൾ വിഭവ ശോഷണം ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. മലിനീകരണം ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. ആഗോളതാപനം, ആഗോളതാപനം നമ്മൾ പറഞ്ഞാണ്, എന്താണ്, ഭൂമി ചൂട് പിടിക്കുന്ന പ്രക്രിയയാണ് ആഗോളതാപനം. അപ്പോൾ ആഗോളതാപനം ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ ഇതൊക്കെ എന്താണ്, നമ്മൾ നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ഇവിടെ 32ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ചോദ്യം എന്താണ്, ഏതെങ്കിലും 4 പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എഴുതാനാണ്. വിഭവശോഷണം, മലിനീകരണം, ആഗോളതാപനം, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. ഇതിനെക്കുറിച്ചിട്ട് 2-3 രീതി വെക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. ചോദ്യം നമ്പർ എന്താണ്, ഇപ്പോൾ 33 തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള സാമാന്യ ബോധം എഴുതാനാണ്. ഒരു സമൂഹശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ തൊഴിലില്ലായ്മയുടെ കാരണങ്ങളാണ് നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? അത് നമ്മുടെ 5 മാർക്കാണ്. അപ്പോൾ നിങ്ങളൊരു പുറത്ത് ഒരു പകുതിയെങ്കിലും എഴുതണം, ഒരു പേജിൻ്റെ പകുതിയെങ്കിലും എഴുതി വെക്കണം. ഓക്കെ, ചോദ്യം എന്താണ്, തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള തൊഴിലില്ലായ്മയുടെ കാരണങ്ങളാണ്. നമുക്കറിയാം എന്താ തൊഴിലില്ലായ്മയുടെ കാരണം എന്താണ്, ജനസംഖ്യ വർധനവ് തൊഴിലില്ലായ്മയുടെ കാരണങ്ങൾ. പിന്നെ എന്താ, ദാരിദ്ര്യം, നിരക്ഷരത, ഇതൊക്കെ എന്താണ്, പിന്നെ ജനസംഖ്യ വർധനവ് ഒരു കാരണമാണ്. പിന്നെ ദാരിദ്ര്യം ഒരു കാരണമാണ്. പിന്നെന്താണ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം തൊഴിലില്ലായ്മയുടെ കാരണങ്ങളിൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്, തൊഴിലില്ലായ്മയുടെ കാരണങ്ങൾ. ഈ ജനസംഖ്യാ വർധനവ്, അതുപോലെ വ്യവസായവൽക്കരണത്തിൻ്റെ കുറവ്. അതായത് വ്യവസായവൽക്കരണത്തിൻ്റെ കുറവെന്ന് പറയുമ്പോൾ ഫാക്ടറികൾ കുറഞ്ഞ ആളുകൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. പിന്നെ കൃഷിയിലുള്ള ആശ്രയം എന്ന് പറഞ്ഞത്, കൃഷി സീസണിലാണല്ലോ. അപ്പോൾ കുറഞ്ഞ പേരാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് ആ കൃഷിയുള്ള സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ജോലി ഉണ്ടാവുള്ളൂ. കൃഷി സീസണിലായതുകൊണ്ട് അപ്പോൾ കൃഷിയിലുള്ള ആശ്രയം. ഇതൊക്കെ പിന്നെ വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള പൊരുത്തക്കേട്. വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് എന്ത് ലഭിക്കുന്നില്ല, തൊഴിൽ ലഭിക്കുന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള പൊരുത്തക്കേട് കാരണമാണ്. സാങ്കേതിക പുരോഗതി, പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, സാമ്പത്തിക വളർച്ചയുടെ ഭേദഗതി, ഇതൊക്കെയാണ് നമ്മുടെ തൊഴിലില്ലായ്മയുടെ പ്രധാന കാരണങ്ങൾ. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കി എഴുതാം ഇതിനെക്കുറിച്ചിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ, 34ാമത്തെ ചോദ്യം നോക്കൂ. 3 വിദ്യാഭ്യാസ രീതികൾ വിശദീകരിക്കാനാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും വർഷങ്ങൾ വരാറുണ്ട് ചോദ്യം. 3 വിദ്യാഭ്യാസ രീതികൾ വിശദീകരിക്കാനാണ്. പേജ് നമ്പർ 76 3 വിദ്യാഭ്യാസ രീതികളെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്, പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസം, അത് സ്കൂള്, കോളേജൊക്കെ. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് അനൗപചാരിക വിദ്യാഭ്യാസം, വിദൂര വിദ്യാഭ്യാസം, അത് അനൗപചാരിക വിദ്യാഭ്യാസമാണ്. പിന്നെ ആനുഷംഗിക വിദ്യാഭ്യാസം, ആനുഷംഗിക വിദ്യാഭ്യാസം. അങ്ങനെ 3 തരത്തിൽ വിദ്യാഭ്യാസ രീതികളുണ്ടെന്നുണ്ടോ പറയാം. ഔപചാരിക വിദ്യാഭ്യാസം, അനൗപചാരിക വിദ്യാഭ്യാസം, ആനുഷംഗിക വിദ്യാഭ്യാസം. ഔപചാരിക വിദ്യാഭ്യാസം, ഈ ഫോർമൽ എഡ്യൂക്കേഷൻ ഉദാഹരണമാണ് സ്കൂള്, കോളേജൊക്കെ. പിന്നെ അനൗപചാരിക വിദ്യാഭ്യാസം ഉദാഹരണമാണ് വിദൂര വിദ്യാഭ്യാസം. നമ്മളിപ്പോൾ നമ്മുടെ ശ്രീനാരായണഗുരുവൊക്കെ വിദൂര വിദ്യാഭ്യാസത്തിലാണ് വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ തുല്യത. പിന്നെ ആനുഷംഗിക വിദ്യാഭ്യാസം. ആനുഷംഗിക വിദ്യാഭ്യാസം കുടുംബാംഗങ്ങളിലൂടെയുള്ള അല്ലെങ്കിൽ സമപ്രായക്കാരുടെ പഠനമാണ്. കുടുംബാംഗങ്ങളിലൂടെയുള്ള പഠനം അല്ലെങ്കിൽ സമപ്രായക്കാരിലൂടെയുള്ള പഠനം ഒക്കെ മുതലായവയൊക്കെ ആനുഷംഗിക വിദ്യാഭ്യാസമാണ്. ഓക്കെ, അപ്പോൾ ഔപചാരിക വിദ്യാഭ്യാസം, അനൗപചാരിക വിദ്യാഭ്യാസം, ആനുഷംഗിക വിദ്യാഭ്യാസം, ഇതൊക്കെ വിദ്യാഭ്യാസ രീതികളാണ്. നമ്മൾ ചോദ്യം 3 വിദ്യാഭ്യാസ രീതികൾ വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5 മാർക്കാണ്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം അതിനെക്കുറിച്ചിട്ട്. എന്താണ് ഔപചാരിക വിദ്യാഭ്യാസം എന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. എന്താണ് അനൗപചാരിക വിദ്യാഭ്യാസം, പിന്നെ ആനുഷംഗിക വിദ്യാഭ്യാസം എന്താണെന്ന് എഴുതണം. എൻ്റെ ഉദാഹരണം വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പേജ് നമ്പർ 76 അത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ചോദ്യം നമ്പർ 35ാമത്തെ ചോദ്യം, സർവേ രീതി വിശദീകരിക്കാനാണ്. സർവേയുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടാവാറുണ്ട് പരീക്ഷ. അപ്പോൾ ഇവിടെ ചോദിച്ചത് സർവേ രീതിയാണ്. സർവേ രീതി വിശദീകരിക്കാനാണ്. സർവേ രീതി എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വിശദീകരിക്കാം. സർവേ രീതി പേജ് നമ്പർ 118 സർവേ രീതി. എന്താ 118 സർവേ രീതി നോക്കാം. 118 സർവേ രീതി 118 പേജിൽ കണ്ടില്ലേ. അതായത് ചുരുങ്ങിയ സമയം കൊണ്ടും കുറഞ്ഞ അധ്വാനത്തിലും ചെലവിലും വലിയ സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഈ സർവേ രീതി ഏറെ പ്രശസ്തമാകുന്നത്. അപ്പോൾ അതാണ് കൂടുതൽ ശാസ്ത്രീയവും ചിട്ടയുള്ളതുമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് അവലംബിക്കുന്നത് ഈ സർവേ രീതി ആരംഭിക്കുന്നത്. പേജ് നമ്പർ 118 ചുരുങ്ങിയ സമയം കൊണ്ട് എടുക്കാൻ പറ്റും,
കുറഞ്ഞ അധ്വാനത്തിലും ചെലവിലും വലിയ സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠിക്കാൻ സാധിക്കുന്ന ഇതിനെ പ്രതിഭാസമാണെന്ത് സർവേ രീതി. ഓക്കെ, കുറഞ്ഞ സമയം കൊണ്ടും കുറഞ്ഞ അധ്വാനത്തിലും ചെലവിലും വലിയ സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്ന ഇതാണ് രീതിയാണെന്ത് സർവേ രീതി. ഏറെ പ്രശസ്തമായതാണെന്ത് ഈ സർവേ രീതി. ഞാൻ പറഞ്ഞല്ലോ, പഠിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ സർവേ രീതി ഏറെ പ്രശസ്തമാണ്. കൂടുതൽ ശാസ്ത്രീയവും ചിട്ടയുള്ളതുമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ എന്താ ആരംഭിക്കുന്നത്, ഈ സർവേ രീതി ആരംഭിക്കുന്നത്. സർവേ രീതിയുടെ പ്രത്യേകത നോക്കൂ, പേജ് നമ്പർ 119. സർവേ രീതിയുടെ പരിമിതികളാണ് സർവേ രീതിയുടെ പരിമിതികൾ. സർവേ രീതി വ്യാപകമായ കവറേജ് നൽകുന്നു, എന്നാൽ അത് ആഴത്തിലുള്ള വിലയിരുത്തലിന് പര്യാപ്തമല്ല. ഒരുപക്ഷെ സർവേ രീതിയുടെ പരിമിതികൾ ചോദിക്കാം. അപ്പോൾ അതുകൂടെ നോക്കി വെക്കണേ സർവേ രീതി. അപ്പോൾ സർവേ രീതി പേജ് നമ്പർ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കുക. മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, പേജ് നമ്പർ 136. മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ളൊരു ചോദ്യം പരീക്ഷ പ്രതീക്ഷിക്കുക. നമ്മൾ ആ ടെക്സ്റ്റിൽ അങ്ങനത്തെ നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വ്യാപാര വികസനം, തൊഴിൽ വിഭജനം, അതുപോലെ സവിശേഷവൽക്കരണം, ഉൽപ്പാദന ക്ഷമത വർദ്ധിപ്പിക്കൽ. എന്നോട് പറയാം, വ്യാപാര വികസനം, തൊഴിൽ വിഭജനം, സവിശേഷവൽക്കരണം, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൽ എന്നിവയാണെന്ത് മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. എന്നോട് പറയാം, വ്യാപാര വികസനം, തൊഴിൽ വിഭജനം, സവിശേഷവൽക്കരണം, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൽ. ഇതൊക്കെയാണെന്ത് മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. പേജ് നമ്പർ 136. മുതലാളിത്തത്തിൻ്റെ സവിശേഷതകൾ ഏതിലാണ്, അടിസ്ഥാന തത്വങ്ങൾ ഏതിലാണ്? പേജ് നമ്പർ 136 മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കണം. വ്യാപാര വികസനം, തൊഴിൽ വിഭജനം, സവിശേഷവൽക്കരണം, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൽ എന്നിവയാണെന്ത് മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉദാഹരണ സഹിതം വിശദീകരിക്കാനാണ്. നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരത്തെ ചോദ്യം ഇവിടുന്ന് ഈ ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട്. 32ാമത്തെ ചോദ്യം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ ആ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. കാരണം അവിടെ ആ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉദാഹരണ സഹിതം വിശദീകരിക്കാനാണ്. 172ാമത്തെ പേജിലാണ് ഉത്തരമുള്ളത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറഞ്ഞ വിഭവശോഷണം, മലിനീകരണം, ആഗോളതാപനം, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ, അതിനെക്കുറിച്ചൊരു 172, 173 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കണം. ഓരോന്നിലും ഒരു 4 സെൻറ്റൻസ് എഴുതിയാൽ മതി. ഇതിൽ വിഭവശോഷണത്തിൽ 4 വരി എഴുതി വെക്കുക. എന്താ വിഭവശോഷണം മനസ്സിലാക്കി വെക്കുക. മലിനീകരണത്തിൽ 4 വരി എഴുതി വെക്കുക. ആഗോളതാപനത്തിൽ എഴുതി വെക്കുക. അതുപോലെ ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങളൊക്കെ 4 വരി എഴുതി വെക്കുക. അത്രയും മതി. ഓരോന്നിലും 4 സെൻറ്റൻസ് മതി. ആദ്യം എഴുതുക പാരിസ്ഥിതിക പ്രശ്നം എന്താ പാരിസ്ഥിതിക പ്രശ്നം എന്നറിയില്ലേ? പരിസ്ഥിതിയുടെ മേൽ മനുഷ്യൻ്റെ അനിയന്ത്രിതമായ ഇടപെടൽ കാരണം പരിസ്ഥിതിക്ക് ദോഷം സംഭവിക്കുന്നു. അതാണെന്ത് പരിസ്ഥിതി പ്രശ്നങ്ങൾ. പരിസ്ഥിതിയുടെ മേൽ മനുഷ്യൻ എന്താണ് അനിയന്ത്രിതമായ ഇടപെടലാണ് എന്തിന് കാരണം, ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണം. അതിന് പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? 4 എണ്ണമാണ്. വിഭവശോഷണം, മലിനീകരണം, ആഗോളതാപനം, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. ഇങ്ങനെ 4 ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഓരോന്നിലും എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം 4 വരി വീതം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത് നമ്മൾ ജാതി വ്യവസ്ഥയുടെ 5 സവിശേഷതകൾ. ജാതി വ്യവസ്ഥയുടെ 5 സവിശേഷതകളിലേക്ക് പോവാണ്. ഈ ജാതി വ്യവസ്ഥയുടെ 5 സവിശേഷതകൾ ഏതാണ് അപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഇത് അവിടെ രേഖപ്പെടുത്തിയ പോലെയല്ല. പേജ് നമ്പർ 46 ഉത്തരം കേട്ടോ. 46 ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണം. പേജ് നമ്പർ 46 ഉത്തരം. ജന്മമാണ് ജാതീയതയുടെ അടിസ്ഥാനം. ആരോപിത പദവി, സ്വഗണ വിവാഹം, കുലത്തൊഴിലിന് പ്രാധാന്യം നൽകുന്നു. പരമ്പരാഗതമാണ്. സാമൂഹികവും മതപരവുമായ ശ്രേണീകരണം, സമൂഹത്തിൻ്റെ ഖണ്ഡവിഭജനം. ഇതൊക്കെയാണ് എന്ത് ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. അവിടെ 5 എഴുതാനാണ് പഠിക്കുന്നത്. 5 സവിശേഷതകൾ എഴുതാനാണ് പഠിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ച് പഠിക്കണേ. പേജ് നമ്പർ 46 ഇതിൻ്റെ ഉത്തരം. ജാതി വ്യവസ്ഥയുടെ സവിശേഷതകളാണ് ചോദ്യം. ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനം. ആരോപിത പദവി, സ്വഗണ വിവാഹം, കുലത്തൊഴിലിന് പ്രാധാന്യം നൽകുന്നു. പരമ്പരാഗതമാണ്. സാമൂഹികവും മതപരവുമായ ശ്രേണീകരണം, സമൂഹത്തിൻ്റെ ഖണ്ഡവിഭജനം. ഇത്രയുമാണ് എന്ത് ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ജാതി വ്യവസ്ഥ എന്താണെന്ന് പഠിച്ചു. ജാതി വ്യവസ്ഥ സവിശേഷത പഠിച്ചു. അതൊക്കെയാണ് ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനം. ആരോപിത പദവി, സ്വഗണ വിവാഹം, കുലത്തൊഴിലിന് പ്രാധാന്യം നൽകുന്നു. പരമ്പരാഗതമാണ്.
സാമൂഹികവും മതപരവുമായ ശ്രേണീകരണം, സമൂഹത്തിൻ്റെ ഖണ്ഡവിഭജനം എന്നിവയാണ് എന്ത് ജാതി വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകൾ. ഓക്കെ, നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിനി അടുത്ത ക്ലാസ് എസ്സേ മാത്രം ഉൾപ്പെടുത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, നോട്ട് തയ്യാറാക്കി പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ വേറൊരു ക്ലാസ്സിൽ ആ പദവിക്കൂട്ടം ഡിസ്കസ് ചെയ്തതാണ്. പദവിക്കൂട്ടമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആരോപിത പദവി, ആർജിത പദവി ഉണ്ട്. എന്താ ആരോപിത പദവി? ഒരു വ്യക്തിക്ക് ജനനം കൊണ്ട് ലഭ്യമാവുന്നതാണ് എന്ത് ആരോപിത പദവി. ഉദാഹരണത്തിന് പ്രായം, ജാതി, ലിംഗം, വംശം, ബന്ധുത്വം എന്നിവയിലൂടെ എന്ത് ലഭിക്കും? കുറേ പദവി ലഭിക്കും. അതാണ് എന്ത് ആരോപിത പദവി. എന്നാൽ ഒരാൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കുന്നതാണ് എന്ത് ആർജിത പദവി. അപ്പോൾ അത് നോക്കി വെക്കണേ, ആരോപിത പദവിയും ആർജിത പദവിയും. ആ പേരിലുണ്ട് ആരോപിത പദവി. അതായത് അവരിൽ ആരോപിക്കപ്പെടുന്നതാണ്, അതായത് അവർക്ക് കിട്ടുന്നതാണത്. പ്രായം കൊണ്ട്, അല്ലെങ്കിൽ ജാതി കൊണ്ട്, ലിംഗം കൊണ്ട്, വംശം കൊണ്ട്, ബന്ധുത്വം കൊണ്ട് അവരിലേക്ക് എന്ത് ചെയ്യുന്നത്, അവരിലേക്ക് വന്നു ചേരുന്നതാണ് എന്ത് ആരോപിത പദവി. വന്നു ചേരുന്നതാണ് ആരോപിത പദവി. എന്നാൽ ആർജിത പദവി എന്താണ്? അവർ വിദ്യാഭ്യാസത്തിലൂടെ സ്വപ്രയത്നത്തിലൂടെ എന്ത് ചെയ്യുന്നത് ആർജിച്ചെടുക്കുന്നതാണ് എന്ത് ആർജിത പദവി. വിദ്യാഭ്യാസ യോഗ്യതകളും വരുമാനവും തൊഴിൽ വൈദഗ്ധ്യവുമാണ് ഈ ആർജിത പദവിയുടെ അടിസ്ഥാനങ്ങൾ. അവരെന്ത് ചെയ്യുന്നത് അവർ നേടിയെടുക്കുന്നതാണ് എന്ത് ഈ ആർജിത പദവി. അത് നോക്കണം, ആരോപിത പദവി, ആർജിത പദവി. പിന്നെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. കുലീനവൽക്കരണം പറഞ്ഞു കഴിഞ്ഞു, സംസ്കാരത്തിൻ്റെ മാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ അത് പേജ് നമ്പർ 86 സംസ്കാരത്തിൻ്റെ മാനങ്ങൾ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. പിന്നെ ചോദിക്കാറുണ്ട് സാമൂഹിക ഏജൻസിനെ കുറിച്ച്, 99-ാമത്തെ പേജിൽ സാമൂഹിക ഏജൻസികളെ കുറിച്ച് ചോദിക്കാറുണ്ട്. പേജ് നമ്പർ 99 സാമൂഹിക ഏജൻസികളെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് എസ്സേക്ക് മാത്രമായിട്ട് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും ക്ലാസ് നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ. ഈ നമ്മുടെ വിഷയം അങ്ങനെ ആയതുകൊണ്ടുള്ളതാണ്. സോഷ്യോളജി, സമൂഹശാസ്ത്രം എന്നുള്ള വിഷയം ആയതുകൊണ്ടൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രയാസമുണ്ട്, വിഷയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടുകൊണ്ട് ക്ലാസ് കേട്ട് നോട്ട് എഴുതി വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് എസ്സേക്ക് മാത്രമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു.